H1B വിസ അതേപോലെ ഇന്ത്യൻ സ്റ്റുഡൻസ് അമേരിക്കയിൽ പഠിക്കാൻ പോകുന്നു. ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് H1B വിസ, അത് ഞാൻ നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞത് എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് $1 ലക്ഷം എന്ന് പറയുന്നത് പുതിയ H1B വിസയ്ക്ക് കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞാൻ രണ്ടാമതൊരു കാര്യം പറഞ്ഞു, അതിന് അമേരിക്കൻ സർക്കാർ പറഞ്ഞത് എന്തുവാണെന്നറിയോ? അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയാം പഴയ ഉള്ളവർക്ക് പ്രശ്നമില്ല, പക്ഷെ റിന്യൂ ചെയ്യാൻ പോകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. കാരണം ഇവർക്ക് ഓഫർ ലെറ്റർ കൊടുത്തിരിക്കും മറ്റു പല കമ്പനികൾ, അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന കമ്പനിയിൽ അവിടെ ചിലപ്പോൾ റിന്യൂവൽ നേരത്തെ പറഞ്ഞു കാണും. പക്ഷെ അവർ തന്നെ ഈ പറയുന്ന H1B വിസ റിന്യൂ ചെയ്യാൻ പോകുമ്പോൾ അവർ തന്നെ ഇവർക്ക് ഇമെയിൽ കൊടുത്ത് റിന്യൂ ചെയ്യേയില്ല. കാരണം അമേരിക്കക്കാർക്ക് ജോലി കൊടുക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞു തന്നെ ആവർത്തിച്ചു. സെയിം സംഭവമാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത്. അതായത് അതിനൊരു തെളിവ് പറയാവുന്നത് സാൻ ഫ്രാൻസിസ്കോയിൽ സാൻ ജോ, ബേസിക്കലി അതൊരു ഈ IT-യുമായിട്ട് ബന്ധപ്പെട്ട പല ക്ലസ്റ്റേഴ്സിന് പ്രധാനപ്പെട്ട ക്ലസ്റ്ററാണ്. അതായത് ആ സിറ്റി കൂടെ, അതായത് ഈ സാൻ ജോ, അവിടെ സാൻ ജോ അവിടെ പോവുകയാണെങ്കിൽ, ഞാൻ പോയിട്ടുണ്ട്, അവിടെ ഒരു ബന്ധുവുണ്ട്, കാണാൻ വേണ്ടി പോയപ്പോഴാണ്. അപ്പം അവിടെ നോക്കുവാണെങ്കിൽ മനസ്സിലാവുന്നത്, അതായത് ഡൽഹി കൂടെ ബോംബെ കൂടെ പോകുന്ന പോലെ അവിടെ മുഴുവൻ ഇന്ത്യക്കാരാണ്. അപ്പം അതിനകത്തുള്ള ഷോപ്പുകൾ, കടകൾ, റെസ്റ്റോറൻറ്റ്, അപ്പം അതിൻ്റെ ബിസിനസ് അങ്ങ് കമ്മ. കാരണം ദീപാവലിയും പൂജയും സംഭവമൊക്കെയാണ്, ഇന്ത്യൻ ഫെസ്റ്റിവലാണ്. അവരുടെ ബിസിനസ് താഴെ പോയി. കാരണം എല്ലാവർക്കും ഭയമായി, ജോലി കിട്ടുമോ ഇല്ലയോ. പലർക്കും പേടിയായി, കാരണം അടുത്ത മാസം പുതുക്കേണ്ടവരുണ്ട്, ഇപ്പോഴ് റിന്യൂ ചെയ്യേണ്ടവരുണ്ട്. അതായത് മനസ്സിലാക്കുക, H1B വിസ എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് കിട്ടിയ അടിയാണ്, ട്രംപ് മോദി ബന്ധത്തിൽ കൊടുത്ത അടി തന്നെയാണ്. ഇത് കുറച്ചും കൂടെ കഴിഞ്ഞ് വന്നേനെ, പക്ഷെ ഇവർ തമ്മിലുള്ള ബന്ധം മോശമായി കഴിഞ്ഞപ്പോഴാണ് ട്രംപ് ഈ ഗെയിം എടുത്ത് കളിച്ചത്. അതേപോലെ ഇന്ത്യൻ സ്റ്റുഡൻസ് അമേരിക്കയിൽ പോകുന്നവർ പഠിക്കാൻ എല്ലാ വർഷവും ഏകദേശം 3 ലക്ഷത്തിന് മുകളിലുള്ള ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്തും അമേരിക്ക പുതിയ നിയന്ത്രണം കൊണ്ടുവന്നു. അതായത് ക്യാമ്പസുകളിൽ 15% ടോട്ടൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പാടുള്ളൂ. അതിനകത്ത് 5% മാത്രമേ ഇന്ത്യക്കാർ പാടുള്ളൂ. പല ഇന്ത്യൻ സ്റ്റുഡൻസിനെയും പല ഈ പാലസ്തീൻ ഈ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരെയും പാക്ക് ചെയ്യുന്നുണ്ട്. ഇത് പുറത്തൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ. അതേപോലെ H1B വിസക്കാരെ പലർക്കും ജോലി പോകുന്നുണ്ട്. ആദ്യം ഒരു സോഷ്യൽ മീഡിയയിൽ ഐ ലവ് അമേരിക്ക, അമേരിക്കൻ ഡ്രീം ഈസ് ഓവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്ലൈറ്റിലിരുന്ന് പല വീഡിയോകളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും കരയുന്നതൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടുകാരൊക്കെ പറഞ്ഞുകൊണ്ട് അതും അവരൊക്കെ മാറ്റി. അതായത് ശരിക്കും ഇങ്ങോട്ട് ആൾ വരുന്നുണ്ട്. അതായത് ഒരു IT കൺസൾട്ടൻറ്റ്, അതായത് ആൾക്കാർക്ക് ഇനി പല കമ്പനികളിലൊക്കെ ജോലി മേടിച്ച് കൺസൾട്ടൻസി ഉണ്ടല്ലോ, കാരണം HR കൺസൾട്ടൻസി, അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ 1 മാസം 1.5 മാസം കൊണ്ട് ഇപ്പം മാക്സ് ഒരു മാസം ഞാനൊരു റഫായിട്ട് കണക്കെടുക്കുക, ഏകദേശം 1-1.5 ലക്ഷം രൂപ സാലറി കിട്ടേണ്ട ഒരു ജോലി, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ മന്ത്ലി സാലറി കൊടുക്കേണ്ട ഒരു ജോലി റഫായിട്ട് എടുക്കുകയാണ്. അവരെന്നോട് പറഞ്ഞ കണക്ക്. അത് മാർക്കറ്റിൽ അത്രയും വാല്യൂ ഉണ്ട്. അവർ പോലും അപ്ലൈ ചെയ്യുമ്പോൾ അവർക്കതൊന്നും വേണ്ട, ജസ്റ്റ് 50,000-60,000 രൂപയിൽ പോലും ജോലി ചെയ്യാൻ തയ്യാറാണ്. മനസ്സിലായോ? അവിടെ നിങ്ങൾ താഴെ പോയി. അതായത് എന്നിട്ട് പോലും അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ പറ്റുന്നില്ല. കാരണം എന്താ? ഇന്ത്യയിൽ IT സെക്ടർ ആൾക്കാരെ ഇങ്ങനെ പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുക, ലേ ഓഫ് മാസീവായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ ഇൻഫോസിസിൻ്റെ കാര്യം എടുക്കാം, അവർക്ക് ട്രെയിനിങ് ഫെസിലിറ്റീസ് മൈസൂരിലും മറ്റു പലയിടത്തും ഒക്കെ ഉണ്ട്. അവരിങ്ങനെ സ്റ്റാൻഡ് ബൈ ആയിട്ട് ആൾക്കാരെ എടുത്ത് ട്രെയിൻ ചെയ്യും. അതും നേരത്തെ ഇഷ്ടം പോലെ 5,000-6,000 പേരൊക്കെ ട്രെയിൻ ചെയ്യാൻ എടുക്കുന്നിടത്ത് ഇന്നത് വെറും 600-700 പേരേ ഉള്ളൂ. വെട്ടുപാടത്ത് മെയിനായിട്ട് പുതിയതായിട്ട് ആൾക്കാരെ എടുത്ത് ട്രെയിനിങ്ങും പരിപാടിയൊക്കെ ചെയ്യുന്ന സ്ഥലമുണ്ട്. അവർ ആൾക്കാരെ എടുക്കുന്നില്ല. TCSൻ്റെ കാര്യം നേരത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു.
ഏകദേശം കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ഇന്ത്യയിൽ തന്നെ IT-കാർക്ക് ജോലി പോയേക്കുന്ന 1.5-2 ലക്ഷം പേരുടെ ജോലിയാണ് പോയിരിക്കുന്നത്. ബാങ്കിലുള്ള IT-കാർ, കാരണം AI കയറി പല ആൾക്കാർക്ക് ജോലി പോയി. പല IT കമ്പനി പഴയ ഉണ്ടായിരുന്ന ലാഭം പോലെ ഇപ്പം വരുന്നില്ല. കാരണം AI കയറി പലയിടത്തും ഇവർക്ക് കിട്ടേണ്ട പല ഔട്ട്സോഴ്സിങ് വർക്കുകളൊക്കെ ഇല്ലാതായിപ്പോയി. ഒരു ഇഷ്യൂ അല്ല, മൾട്ടിപ്പിൾ ഇഷ്യൂ ആണ്. അതിൻ്റെ ഇടയ്ക്കാണ് H1B വിസയുടെ സംഭവമൊക്കെ വന്നേക്കുന്നത്. H1B വിസയുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കൻ മീഡിയയിലൊക്കെ വരുന്നൊരു വാർത്തയുണ്ട്, തമാശയാണ്. ഇത് അമേരിക്കൻ കമ്പനികൾ ചെയ്യുന്ന വലിയൊരു സ്കാമായിരുന്നു. അതായത് ഒരു അമേരിക്കൻ സിറ്റിസൺ ഇത്ര സാലറി കൊടുത്തിരിക്കണം, അത് മാൻഡേറ്ററി ആണ്, അതിൻ്റെ ഭാഗം അത് എത്ര കൊടുത്തിരിക്കണം. പക്ഷേ H1B വിസക്കാർക്ക് വളരെ സാലറി അതിൻ്റെ ഇത്ര ശതമാനം കുറച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഈ കമ്പനികൾ ഹ്യൂജായിട്ട് പണം ഈ പറയുന്ന H1B വിസക്കാരെ ഉണ്ടാക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ എന്ത് ചെയ്തു, അമേരിക്കയിലുള്ള പല ആൾക്കാർക്കും ജോലി നഷ്ടപ്പെട്ടു. കാരണം അവർക്ക് ആ സാലറി കൊടുക്കണം, ഇവർക്കാണ് ഇത്ര കൊടുത്താൽ മതി. ഇതും അതിൻ്റെ അകത്ത് മറ്റൊരു സംഭവമുണ്ട്. ബേസിക്കലി IT കമ്പനികളുടെ ആ ലാഭം അമേരിക്കയിലുള്ള ലാഭം, കാരണം ഇതേപോലുള്ള സാലറി തട്ടിപ്പിൽ കൂടെ അവരുടെ ലാഭവും അവർക്കും കിട്ടിയേക്കുന്ന വലിയ സെറ്റ് ബാക്കാണിത്. കാരണം ട്രംപിൻ്റെ വാണിംഗ് ഉണ്ട്, ഈ $1 ലക്ഷം മാത്രമൊന്നുമല്ല, അമേരിക്കൻസിനെ ജോലി എടുത്തു, അതായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. ഇവർ പല ആൾക്കാരും ഈ IT കമ്പനിയായിട്ട് ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു ജോലി ഓഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ റിന്യൂവൽ ഉണ്ടാകുമ്പോൾ 1.5 മാസം മുമ്പ് ഇവർക്കൊരു ഓഫർ വരും മറ്റു പല കമ്പനികളിൽ നിന്ന്. ഈ ഓഫർ കിട്ടി H1B വിസ ജോലി മാറുന്ന സമയത്താണ് ഇവർക്ക് മെയിൽ കിട്ടുന്നത്, ആ കമ്പനികളിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ എടുക്കുന്നില്ല, ആ ഓഫർ ടെർമിനേറ്റ് ചെയ്യുന്നു. കാരണം പുതിയ അമേരിക്കൻ നിയമം. പിന്നെ മറ്റുള്ള എവിടെ പോയി ഇവർക്ക് ജോലി കിട്ടുന്നത്? മനസ്സിലാക്കുക, H1B വിസ എന്ന് പറയുന്ന ഇന്ത്യൻ അർബൻ സിറ്റികൾക്ക് കിട്ടിയുന്ന വലിയൊരു അടിയാണ്. അതായത് ഇനി മറ്റൊരു സംഭവം, ഇന്ത്യയിലുള്ള പല ഈ മോദി ഫാനുകളൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്, ഇവർക്ക് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ വലിയ മെച്ചമാകുന്നത്. ഇതിനകത്ത് ഒരു IT കൺസൾട്ടൻറ്റ് പറഞ്ഞ് ഇവർക്കൊന്നും 1% പോലും താല്പര്യമില്ല ഇന്ത്യയിലോട്ട് തിരിച്ചു വരാൻ. കാരണം ഇവർ അമേരിക്കൻ ലൈഫ് എൻജോയ് ചെയ്ത് ഇവർ നോക്കുന്ന അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ, അല്ലെങ്കിൽ കാനഡ, അല്ലെങ്കിൽ UK, അല്ലെങ്കിൽ GCC രാജ്യങ്ങൾ. അവർക്ക് ഇന്ത്യ വരാൻ താല്പര്യമില്ല വലിയൊരു ശതമാനത്തിൽ. കാരണം അവർ പറയുന്നത് അവർക്ക് ഇന്ത്യ വന്ന് ഇനി ആ രീതി കോപ്പപ്പ് ചെയ്യാൻ പാടാണ്. ഇന്ത്യയിൽ ഈ പറയുന്ന സാലറി അവർക്ക് ആ ലൈഫ് സ്റ്റൈലൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് അവരുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യ അല്ല. അതിൻ്റെ അകത്ത് 1-1.5% പോലും അവർ വെറുതെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതേ ഉള്ളൂ. മറ്റുള്ളിടത്ത് കിട്ടില്ല എങ്കിൽ ലാസ്റ്റ് ഓപ്ഷനായിട്ട് ഇന്ത്യയിൽ വരാം. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ അതേപോലെ സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യം, ഈ പറയുന്ന സ്റ്റുഡൻസിൻ്റെ അമേരിക്കൻ ഡ്രീം ഓൾമോസ്റ്റ് കഴിഞ്ഞു. അതായത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ നിയമമുണ്ട്, ഒരു സ്റ്റുഡൻ്റായിട്ട് വരുമ്പോൾ 4 വർഷത്തിൽ കൂടുതൽ അവിടെ നിൽക്കാൻ പാടില്ല. അപ്പോൾ ഈ PhD റിസർച്ച് 5, 6, 7 വർഷമൊക്കെ പോകുന്ന പല സെക്ടേഴ്സിലും പല മേഖലയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ആ ഓപ്ഷൻ ഇല്ലാതായി. അതേപോലെ ഹയർ സ്റ്റഡീസിന് പോകുന്നവരുണ്ട്. ഇപ്പം ഇവരുടെയൊക്കെ ഒരു പോക്കെന്ന് പറയുന്നത്, നമ്മൾ അമേരിക്ക ഈ പറയുന്ന സ്റ്റുഡൻസിനെയും ഇവരൊക്കെ ഇവിടുത്തെ കോഴ്സ് കഴിഞ്ഞ് പിന്നീട് അവിടെ H1B വിസയുമായി ബന്ധപ്പെട്ട പലയിടത്തും ഇവർക്ക് ജോലി കിട്ടും. കോഴ്സ് കഴിയുമ്പോൾ ക്യാമ്പസിൽ നിന്ന് റിക്രൂട്ട് ചെയ്യും, മറ്റു പലരും കയറിക്കൊണ്ട് പോകും. ആ ഒരു ഓപ്ഷനും ഇല്ലാതായി. അപ്പോൾ ഇവർ സ്റ്റുഡൻ്റായിട്ട് അമേരിക്ക പോകാൻ, കാരണം 5% ഇന്ത്യക്കാരെ മാത്രമേ പറ്റത്തുള്ളൂ. അതുപോലെ അമേരിക്ക പോയിട്ട് ഫർദർ ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റും. അതായത് അമേരിക്കൻ ഡ്രീം ഇല്ലാതായി. പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ കാനഡയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പോയി. ഏകദേശം 43,000-ഓളം ഇന്ത്യൻ ഒറിജിൻസ്, അതായത് ഇന്ത്യയിൽ നിന്ന് പോയവരെ ഇല്ലീഗലായിട്ട് ഇവിടെ താമസിക്കുന്നതെന്നാണ് അവിടുത്തെ ഗവൺമെൻറ് പുതിയൊരു റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം അവരെ മുഴുവനും ഡീപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അവരോട് ഇതിൻ്റെ മുഴുവനും കണക്കെടുത്തിട്ട് അവരോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ സ്റ്റേറ്റ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് പത്രക്കുറിപ്പിൽ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് പഠനവും മറ്റു പരിപാടിയൊക്കെ ആയിട്ട് അവിടെ വന്നിട്ട് ടൂറിസ്റ്റ് അത് വന്നു കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് കനേഡിയൻസിൻ്റെയും ജോലി പോകുന്നത്. അതേപോലെ ഞാൻ ഈ പറയുന്നത്, ഈ കാനഡ അത്ര സ്മൂത്ത് അല്ല, ഓസ്ട്രേലിയയും സ്മൂത്ത് അല്ല, UK സ്മൂത്ത് അല്ല ജോലി കിട്ടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ H1B വിസയുമായി ബന്ധപ്പെട്ട്
പല വീഡിയോയിലും പറഞ്ഞത് ബേസിക്കലി ഈ മോദി ഇതിനകത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയില്ല എങ്കിൽ ഇന്ത്യയിലെ അർബൻ യൂത്ത്, അതായത് പുതിയ ജനറേഷനും ഈ പറയുന്ന ജോലി ചെയ്യുന്നവർക്കും ഇതൊരു വല്ലാത്ത ട്രാപ്പായി പോകും. കല്യാണം കഴിച്ചവരുണ്ട്, കുട്ടികളുണ്ട്, പഠിക്കുന്നവരുണ്ട്. ഈ പണം എടുത്ത് ഹൗസിംഗ് ലോണും കാറും അതും നാട്ടിൽ പണം അയച്ചു കൊടുക്കുന്നവരുണ്ട്. ഒരു വർഷം ഏകദേശം 200 ബില്യൺ അടുത്താണ് അവിടുന്ന് അമേരിക്കയിൽ നിന്ന് മാത്രം ഇന്ത്യയിലോട്ട് അവർക്കെല്ലാം സാലറിയൊക്കെ കിട്ടി ഇന്ത്യയിലോട്ട് ഈ പണം വരുന്നത്. ഇതെല്ലാം ബാധിക്കാൻ പോവുക. അതാണ് ഈ ക്ലാഷിൻ്റെ അകത്ത് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ എക്സ്പോർട്ടിൻ്റെ ടാരിഫ് മാത്രമൊന്നുമല്ല ഇഷ്യൂ. അവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പോകുന്ന മാൻ പവറിന് അവിടെ ജോലി ചെയ്യാൻ പറ്റിയ അൺസർട്ടനിറ്റി ഉണ്ടാകുന്നു. അവർക്ക് തിരിച്ച് ഇന്ത്യയിൽ വരുന്നു. അവർക്ക് ഇവിടെ ജോലി കിട്ടാനുള്ള സാഹചര്യം പോസിബിലിറ്റിയും വളരെ കുറവാണ്. ഞാൻ ആദ്യമേ പറയും, ഇവിടെ തേങ്ങാക്കൊലയില്ല. കാരണം ആ രീതിയിൽ ഇത് ഡെവലപ്പ് ചെയ്ത് ഈ പറയുന്ന ആൾക്കാർ ഇത് സാധനം വാങ്ങണ്ടായോ? പല ആൾക്കാരും വർക്ക് ഫ്രം ഹോം എന്ത് വർക്കാണ് ഇത് ചെയ്യേണ്ടത്? ഇത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനൊന്നും പ്രോപ്പർ ആൻസർ ഒന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കുക. അവർക്ക് ഇതിനെപ്പറ്റി ബേസിക്കലി അന്ധത ബാധിച്ചിരിക്കുക. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇതെല്ലാം കൂടെ ജർമ്മനിയിലും UK-യിലും കാനഡയിലും ഇതൊക്കെ പോയി ഒരു പരിധി വരെ ഉള്ളൂ. പിന്നെ അമേരിക്ക കാണിച്ച് വേറെ സംഭവമുണ്ട്. ഈ ടാലൻറ്റഡ് ആയിട്ടുള്ളവരുടെ വിസയൊക്കെ ഓപ്പൺ ചെയ്തേക്കുക. അവർക്ക് ഇന്ന് $1,00,000 കൊടുക്കുകയും വേണ്ട. അവർക്കത് ഈസി ആയിട്ട് അവിടെ പോവുകയും ചെയ്യാതെ അതെല്ലാം ഓപ്പണാണ്. ഇപ്പം മെഡിക്കൽ ഡോക്ടർ, ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ഇപ്പം ഇവരുടെയൊക്കെ അതാണ് ഈ പറയാൻ അമേരിക്കൻ വിസയുടെ പ്രത്യേകിച്ച്. കാരണം അവർ A to Z നോക്കിയിട്ടാണ്. അവർക്ക് മിടുക്കന്മാരെ വേണം. അവർക്കൊരു സാധാരണക്കാരനെയും, അതായത് ഒരു അനലിസ്റ്റിനെ, അങ്ങനെയുള്ള സംഭവം ആൾക്കാരെ വേണ്ട. അങ്ങനെയുള്ളവരാണ് കൂടുതൽ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോയേക്കുന്നത്. ഇപ്പം ഇന്ത്യയിൽ H1B വിസയിൽ ഒരു 1 or 2% ഉള്ളൂ ഈ ഹൈലി സ്കിൽഡ് ആൻഡ് ടാലൻറ്റഡ്. അതിനുവേണ്ടിയാണ് H1B വിസ കൊടുക്കുന്നത്. ഇതിനകത്തുള്ള സാധനം എല്ലാം കൂടെ വലിഞ്ഞു കയറി അങ്ങ് പോയി. അവസാനം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഒരു അർബൻ എക്കോണമി അങ്ങ് ബിൽഡപ്പ് ചെയ്തു. കാരണം ജോലിയായി. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പല ആവർത്തി ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് H1B വിസയുടെ അതിൻ്റെ അളവ് കൂട്ടണമെന്നൊക്കെ പറഞ്ഞാൽ അത് കൂട്ടി വരികയായിരുന്നു. ഈ അടിയാണ് ഇതിനൊക്കെ കാരണം. അതാണ് ഞാൻ പറയുന്നത്, എങ്ങനെയെങ്കിലും പോയി സെറ്റിൽ ചെയ്തില്ല എങ്കിൽ ഇന്ത്യൻ അർബൻ ക്ലാസ്സിനെ ഡീപ്പായിട്ടാണ് ഇത് ബാധിക്കുന്നത്. അതേപോലെ തന്നെ ഇവരൊക്കെ മോദിയുടെ ഫാനായിട്ട് സോഷ്യൽ മീഡിയ ട്രംപിനെ തെറി വിളിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന്, ട്വിറ്ററിൽ നിന്ന്, ഈ ഇൻസ്റ്റയിൽ നിന്നൊക്കെ അങ്ങ് പിൻവലിച്ചു. ഇവരെല്ലാം അക്കൗണ്ട് പല ആൾക്കാർ സൈലൻ്റ് ആയിട്ട് അങ്ങ് പോയി. കാരണം ഹോപ്പില്ലാതായി. ഇത് വരുത്തി വെച്ചതാരാണ്? അവൻ തന്നെയാണ് ഇതിന് ശിക്ഷ കിട്ടേണ്ടിയിരിക്കുന്നത്. അതായത് നമ്മൾ ഈ പറയുന്നത് നമ്മൾ അത്രമാത്രം ഒന്നും ഉയർന്നിട്ടൊന്നുമില്ല. അതാണ് ഞാൻ പറയുന്നത്, നമ്മളൊരു ഗ്രോയിങ് സ്റ്റേജിലാണ്. ഇതേപോലെ അടി കിട്ടുമെന്ന് മോദി ഭരണകൂടമോ അതേപോലെ തന്നെ BJP ഈ ലീഡേഴ്സും ഒന്നും പ്രതീക്ഷിച്ചതേയില്ല. ആ രീതിയിലാണ് ഇന്ത്യക്ക് അടി കിട്ടത്. H1B വിസയാണെങ്കിലും അതേപോലെ സ്റ്റുഡൻറ് വിസയാണെങ്കിലും. കാരണം ഇന്ത്യ ഭയങ്കര ഡോമിനേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അമേരിക്കയിൽ. ക്യാമ്പസുകളാണെങ്കിലും പല ജോലിയുടെ സെക്ടേഴ്സ് അവിടെ ഒക്കെ ഇപ്പം ഇന്ത്യക്കാർ പിൻവലിഞ്ഞുകൊണ്ട് ഇന്ത്യക്കാരെ വേണ്ട. ഇനി ഏകദേശം ഒത്തിരി പേര് ഇന്ത്യക്കാരെ ഡീപ്പോർട്ട് ചെയ്തൊന്നും പുറത്തറിയുന്നില്ല. ഇഷ്ടം പോലെ പറഞ്ഞു വിടുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, ഈ പോക്ക് തുടരുകയാണെങ്കിൽ ഇന്ത്യ ഇത് ഡീപ്പായിട്ടാണ് ബാധിക്കുന്നത്. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയില്ല എങ്കിലും ഉറപ്പായിട്ട് ഞാൻ കൃത്യമായിട്ട് പറയാം, ഇന്ത്യ എല്ലാ തലങ്ങളിലും ഇത് ബാധിക്കാൻ പോവുകയാണ്. ഒരു തലത്തിൽ മാത്രമല്ല, എല്ലാ തലങ്ങളിലും ബാധിക്കും ഇന്ത്യയുടെ. കാരണം ഇന്ത്യൻ സ്റ്റുഡൻസിന് യൂണിവേഴ്സിറ്റികളിലൊന്നും പഠിക്കണ്ട, അവർക്ക് വിദേശത്ത് പഠിച്ചാൽ മതി. അത് അർബൻ ക്ലാസ്സിന് ഈ സംഭവം ഉണ്ടാക്കി വെച്ചതാരാ? ഇന്ത്യയിലെ BJP ആണല്ലോ. ഈ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന അർബൻ ക്ലാസ്സിൽ നിന്ന് അവരുണ്ടാക്കി വെച്ചതാണ് എല്ലാം ഡിപ്പെൻഡൻസ്. അതിനെ അനുഭവിച്ചോളൂ. ഇതാണ് അന്യോന്യം ബാക്ക്ലാഷ് ഉണ്ടായി. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് ആർക്കും ഒരു എത്തും പിടിയുമില്ല.